ഓഹോ ഹോ ഹോ ടുട്ടുടുടുട്ടുടുടു ഓഹോ ഹോ ഹോ ടുട്ടുടുടു ഓഹോ ഹോ ഹോ ഓഹോ ഹോ 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 യമാൽ ഹൂ വി ഹാവ് ഹാരി മഗ്വയ. നമ്മൾ ഇന്നലെ ഫുൾ കളിയുടെ ലൈവ് ഉണ്ടായിരുന്നതാണ്. ഈ അടുത്ത് യുണൈറ്റഡിന്റെ കളി കണ്ട് ഇത്ര അധികം സന്തോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. സന്തോഷിക്കാനുള്ള അവസരം ഇവർ തന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഒന്ന് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചു. ഒരു ഗോളും കൂടി വേണ്ടതായിരുന്നു. ഒരു ഗോൾ കൂടി നമ്മൾ അടിച്ചിരുന്നെങ്കിൽ ഇറ്റ്സ് ഓവർ, നമ്മൾ ഫൈനലിലേക്ക് കയറി എന്ന് പറയായിരുന്നു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% നമ്മുടെ കാല് ഫൈനലിലേക്ക് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 3 ഗോളാണെങ്കിലും ചിലപ്പോൾ ഓൾഡ് ട്രാഫോർഡിലാണെങ്കിൽ നമ്മൾ 3 തിരിച്ച് വാങ്ങാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3-3 ആവാം, പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകാം, പെനാൽറ്റി മേടിക്കാം. യുണൈറ്റഡ് ടീമിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഒരു ഗോളിന് തോക്കുകയോ 2 ഗോളിന് തോറ്റാൽ പോലും കുഴപ്പമില്ല. ഒരു ഫിക്സ്ചർ നമ്മുടെ കയ്യിലാണ്. നമ്മൾ തോറ്റു കൊടുത്താൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഡ്രോ പോവുള്ളൂ. ഇപ്പം എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ ബിൽഡപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ വൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നലെ ബിൽബാവോയിൽ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങുന്നതിന് മുമ്പ് സിറ്റിയിൽ മുഴുവൻ ആ ബിൽബാവോ ഫാൻസിൻ്റെ ബഹളം, അതുപോലെ തന്നെ വൻ ആഘോഷം പരിപാടിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഭയങ്കര ഒച്ചയും ബഹളവും, പ്രഷർ മാക്സിമം നമ്മുടെ മുകളിലേക്ക് അവർ വച്ച് തരാൻ നോക്കി. മാത്രമല്ല കളിയിലേക്ക് വരുമ്പോഴാണെങ്കിലും ആദ്യത്തെ ഒരു 10-30 മിനിറ്റ് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് അവരുടെ പ്ലേ എടുക്കുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിഷ്ടം പോലെ മിസ് പാസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൊസിഷനൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്, 60% പൊസിഷനൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ പ്രഷർ മേടിച്ച് വെക്കുന്ന രീതിയിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുക്കും, ബാക്കിലേക്ക് കൊടുക്കും, അവന്മാരൊന്ന് പ്രസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പല പ്ലേയേഴ്സും ഉഗാർട്ടെ ആണെങ്കിലും ഡോർഗു ആണെങ്കിലും ആദ്യത്തെ ഒരു 30 മിനിറ്റ് ഭയങ്കര മോശമായിരുന്നു. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ തവണ ബോൾ പോകുന്നുണ്ടായിരുന്നു. അവർ കാണാതെ വന്ന് ബോൾ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാനുള്ള കാര്യം ഇനാക്കി വില്യംസ് അടിച്ച ആ ഒരു ഹെഡർ. അപ്പോൾ അതാണ് ഡോർഗു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോർഗു മാർക്ക് ചെയ്യേണ്ട പ്ലെയറാണ്. ഡോർഗു അങ്ങനെ പുറകേക്കിടാൻ പോണ കാര്യം പോലും ഡോർഗു കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില പ്ലെയേഴ്സൊക്കെ മോശമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ മിസ് പാസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അനുകൂലമായിട്ടൊന്നും പോവില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആദ്യത്തെ 30 മിനിറ്റിൽ തോന്നിയത്. പക്ഷെ അതിനുശേഷം കളിയുടെ ഗതിക്ക് വിപരീതമായിട്ട് നമ്മൾ ഗോളടിച്ചു എന്നുള്ളതാണ്. ഓൾ ക്രെഡിറ്റ്സ് ടു ഹാരി മഗ്വായ വിങ്ങിപ്പോയി, യമാലായി മാറി. അത് അമോറിയും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതല്ലെങ്കിൽ ആ മഗ്വാർ അവിടെ പോയി വിങ്ങിപ്പോയി 2 തവണ കട്ട് ചെയ്ത് ക്രോസ് ഇടേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അവിടെ അങ്ങനെ ക്രോസ് ഇടുന്നു. ഉഗാർട്ടെ അത് അപ്പുറം കസമീറൊക്കെ വെച്ച് കൊടുക്കുന്നു. കസമീർ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ പ്രാക്ടീസ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ കസമീറോ മനോഹരമായ ഗോളടിക്കുന്നു. ഗോൾ വീണപ്പോഴേക്കും ബിൽബാവോ പ്രഷറിലായി. അവർ വിചാരിച്ചില്ല പെട്ടെന്ന് നമ്മൾ പോയി ഒരു ഗോൾ അടിക്കും എന്നുള്ള കാര്യം. അവരാണ് മൊമെൻറ്റം അവരുടെ കയ്യിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും പോയി ആ ഒരു പെനാൽറ്റി മേടിച്ചെടുത്തു എന്നുള്ളതാണ്. ക്ലിയർ പെനാൽറ്റിയാണ്, ഒന്നും പറയാനില്ല. കാരണം ഹോയ്ലൻഡിനെ പുറകിൽ നിന്ന് പിടിച്ച് വലിച്ചിടുകയാണ്. മാത്രമല്ല ബോൾ പ്ലേ ചെയ്യാനായിട്ട് യാതൊരു ശ്രമവും ഡിഫൻഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അത് റെഡ് കാർഡ് കൊടുത്തത്. ഒരു ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീനെ തടഞ്ഞു എന്നുള്ള പേരിലാണ് റെഡ് കാർഡ് കൊടുത്തത്. കൈകൊണ്ട് പിടിച്ച് വലിച്ചിടുകയാണ്. ക്ലിയർലി അത് വീഡിയോയിലൊക്കെ വിസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ റെഡ് കാർഡ് കൊടുക്കാതെ വേറെ രക്ഷയില്ല. അപ്പോൾ അതിന് യെല്ലോ കാർഡല്ല, റെഡ് കാർഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ റെഡ് കാർഡ് കൊടുക്കുന്നു. ബ്രൂണോ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, ഒരു ഗോൾ അടിക്കുന്നു, 2-0 ആവുന്നു. അവർ 10 പേരിലേക്ക് ചുരുങ്ങുന്നു. പെട്ടെന്ന് മൊമെൻ്റ് നമുക്ക് അനുകൂലമായിട്ട് ഷിഫ്റ്റായി. പിന്നെ ഈ പറയുന്ന പോലെ ബ്രൂണോയുടെ വീണ്ടും ആ ഗോൾ വന്നു. അതിനകത്ത് ഉഗാർട്ടയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 30 മിനിറ്റ് വരെ മോശമായിട്ട് കളിച്ച് ഉഗാർട്ട അതിന് ശേഷം 2 അസിസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഹോയ്ലൻഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രീമിയർ ലീഗിലേക്ക് വരുന്ന പോലെയല്ല, കുറച്ചും കൂടി നന്നായിട്ട് ഇടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെനാൽറ്റി മേടിച്ചെടുത്ത് ഹോയ്ലൻഡാണ്. അപ്പോൾ അങ്ങനെ പിന്നെ മോശം എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് ഗാർനാച്ചോയുടെ കാര്യത്തിലേക്കാണ്. ഗാർനാച്ചോ കുറേ സമയം നമ്മൾ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഗാർനാച്ചോടെ ആണെങ്കിലും ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു മത്സരത്തിൽ. അങ്ങനെ ആരും അങ്ങനെ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയുന്നില്ല. അതുപോലെ അങ്കിൾ കസി ഫിനിഷ്ഡ് എന്ന് തോന്നിയിടത്ത് നിന്ന് പുള്ളിക്കാരൻ തുടങ്ങി. ഹീ ഈസ് ബാക്ക്. മനോഹരമായ പെർഫോമൻസാണ് നല്ല കസമീർ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ബ്രൂണോ ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബാക്ക് 3-ലുള്ള പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും ചില സമയത്ത് ആദ്യത്തെ 30 മിനിറ്റിൽ ഇത്തിരി ഷെയ്ക്കായിരുന്നെങ്കിലും പിന്നീട് നമ്മുടെ ഡിഫൻസിലുള്ള പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. ലിൻഡലോഫ് ആണെങ്കിലും യോറോ ആണെങ്കിലും അവരുടെ പാസിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ മിഡ്ഫീൽഡിലാണ് നമുക്ക് ഇടയ്ക്ക് പറഞ്ഞ പോലെ ബോൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാകെ നോക്കേണ്ട കാര്യം അടുത്ത മത്സരത്തിൽ വലിയ മാർജിനിൽ തോക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ 3-1 ജയിക്കുമോ 2-1 ജയിക്കുമോ 1-1 സമനിലയാവുമെന്നൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അങ്ങനെയൊക്കെ ആയാൽ പോലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കയറുന്നുള്ളതാണ്. എന്തായാലും വെരി ഹാപ്പി ആഫ്റ്റർ എ ലോങ് ടൈം യുണൈറ്റഡിൻ്റെ കളി കണ്ടിട്ട്
ഒന്ന് സന്തോഷിക്കാൻ സാധിച്ചു രാത്രി. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.